ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ മേമയുടെ വീട്ടിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ മേമേൻ്റെ വീട് എൻ്റെ വീടിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ രാവിലത്തെ വീട്ടിലുള്ള കലാപരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഫ്രീ ടൈം കിട്ടിയ സമയമാണ്. അപ്പോൾ ഞാൻ എന്തായാലും അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. മേമേൻ്റെ വീട്ടിൽ എന്താ സ്പെഷ്യലായിട്ട് ഉള്ളതെന്ന് വെച്ചാൽ അവിടെ ഒരു ഫിഷ് ടാങ്ക് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഒരുപാട് മീനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേമയുടെ മക്കളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ എന്നെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഫിഷ് ടാങ്കും അതിലുള്ള മീനൊക്കെ എന്തായാലും കാണാം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നടക്കാനുള്ള ദൂരം തന്നെയുള്ളൂ. അപ്പോൾ ഞാനിതാ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ കുറച്ച് കൃഷികളൊക്കെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പയർ, കയ്പ്പയ്ക്ക, വെണ്ടയ്ക്ക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ അത് കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ ഇതാണ് കേട്ടോ ഫിഷ് ടാങ്ക്. ഞാൻ അതിൽ നോക്കിയപ്പോൾ ഒക്കെ ബ്ലാക്ക് കളറുള്ള മീനാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് വലുതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറി വെക്കാനും അതുപോലെ സെയിൽ ചെയ്യാനൊക്കെ പറ്റുന്ന തരത്തിലുള്ള ഫിഷാണെന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ കളർ മത്സ്യങ്ങളാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ അതല്ല, ഒക്കെ അങ്ങനെ വലുതായി നമ്മൾ വാങ്ങിക്കുന്ന മീനില്ലേ അതേപോലെയുള്ള ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതൊക്കെ കണ്ടു, നല്ല രസമായിരുന്നു. അത് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാൻ നല്ല രസമായിരുന്നു. അപ്പോൾ പിന്നെ മഴയൊക്കെ പെയ്തു. അപ്പോൾ ഞാൻ അവിടെയുള്ള സംഭവങ്ങളൊക്കെ കണ്ട് ഞാൻ ഏകദേശം തിരിച്ചു പോരാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ച് നടക്കുകയാണ് ഗൈസ്. പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് എൻ്റെ മേമേൻ്റെ മോൻ്റെ പേരാണ് സിദ്ധാർത്ഥ് എന്ന്. അപ്പോൾ അവനെ വിളിക്കുക പൊന്നു എന്നാണ്. അപ്പോൾ അവനെ എനിക്കൊരു ചെടീൻ്റെ തൈ എടുക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. പക്ഷെ അത് എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ അടിയിലൊരു കിഴങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ അത് നാശമായി പോവുകയാണ് എടുക്കുന്ന സമയത്ത്. അപ്പോൾ എന്തായാലും അത് ഞാനവിടെ സ്കിപ്പ് ചെയ്തു. മഴക്കാലമായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മഴയില്ലാത്ത സമയത്ത് നോക്കി വീഡിയോ എടുക്കുകയായിരുന്നു. അപ്പോൾ പൊന്നൂന് ക്യാമറേൻ്റെ മുന്നിൽ വരാനുള്ള മടിയുള്ള ആളാണ്. അപ്പോൾ ഞാൻ വേറൊരു വ്ളോഗിൽ ഞാൻ അവനെ കൊണ്ടുവരുന്നതായിരിക്കും ഗൈസ്. അവന് ഭയങ്കര ചമ്മലൊക്കെയാണ്. പക്ഷെ ആൾ ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ. ഈ കാണുന്ന പോലെയൊന്നുമല്ല. അപ്പോൾ ചില സമയത്തൊക്കെ എനിക്ക് അവനാണ് വീഡിയോ എടുത്ത് തരാറ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഞാൻ തിരിച്ച് വീട്ടിൽ പോവുകയാണ് ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ടാറ്റാ, ബൈ.